വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം പനിയായിരുന്നു. ആസ് യൂഷ്വൽ വൺസ് ഇൻ മന്ത്ലി ഒരു പനി കമ്പൽസറി ആണ് കേട്ടോ. ഇപ്രാവശ്യം വന്ന് പനി നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തു. നല്ല ഫീവർ ഉണ്ടായിരുന്നു, ബോഡി പെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തൊണ്ടവേദന. കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടില്ല, എന്നാലും ഒരു ഡേ കെയർ സർവീസൊക്കെ എടുത്ത് ഡ്രിപ്പൊക്കെ ഇട്ടപ്പം ഒരുവിധം ഒന്ന് എണീച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ പനിയുടെ പിറകെ പോയി ഒന്നും നടക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന സാധനം നമ്മുടെ കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ ഒത്തിരി നാളത്തെ റിസർച്ചിന് ശേഷം ആഗ്രഹിച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ സാധനം എന്താണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, എന്നാലും ഞാൻ പറയാം. പ്രീതിയുടെ കൊക്കോസ്റ്റ എന്ന് പറയുന്ന കോക്കനട്ട് സ്ക്രാപ്പർ ആണ് കേട്ടോ. വൺസ് ഇതെൻ്റെ ഡ്രീം ആയിരുന്നു. നല്ല രീതിയിൽ ആശിച്ച് മേടിച്ച ഒരു സാധനമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ റിസർച്ചൊക്കെ ചെയ്ത് അത് ഏതാണ് എക്കണോമിക്കലി ഫിറ്റ് ആവുക, അതുപോലെ തന്നെ റിവ്യൂ എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ നോക്കി ഞാൻ പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം കുറച്ചധികം ഇലക്ട്രിക്കൽ സ്ക്രാപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിലും ഇത് ഞാൻ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പം ഞാനിതിന് പർച്ചേസ് ചെയ്തത് നമ്മുടെ നേമത്തുള്ള മയൂരിയിൽ നിന്നാണ്. എനിക്കായത് 4250 രൂപയാണ്. ഇതിൻ്റെ ഒറിജിനൽ MRP, ഇതിന് പ്രിൻറ്റ് ചെയ്തേക്കുന്ന MRP എന്ന് പറഞ്ഞാൽ 6500 രൂപയാണ്. പക്ഷെ ഞാൻ മേടിച്ചത് 4250 രൂപയ്ക്കാണ്. ആമസോണിൽ നമുക്ക് ഇതിലും ലോ പ്രൈസിൽ, അതായത് 3500-നകത്ത് ആമസോണിൽ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡയറക്റ്റായിട്ട് വാങ്ങാൻ തന്നെ നോക്കുക. കാരണം നമുക്ക് അതിൻ്റെ ഫ്യൂച്ചറൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ടാണ് പോയി പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇതിൻ്റെ യൂസേജും യൂസർ മാനുവലും എല്ലാം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ആശിച്ചും ആഗ്രഹിച്ചും മേടിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ താങ്ക്സ് ടു അല്ലാ. പിന്നെ ഇതിനെ 2 പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. സ്ക്രാപ്പറായിട്ടും സിട്രസ് ജ്യൂസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് സ്പിൽ ഫ്രീ യൂസേജാണ്. സിലിക്കൺ സേഫ്റ്റി ഗാർഡ് ഉണ്ട് കേട്ടോ. അപ്പം കൈ മുറിയാതെയൊക്കെ സൂക്ഷിക്കാൻ അത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ സേഫ്റ്റി ലോക്കും ഉണ്ട്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ 100 അവർ മോട്ടോർ ടെസ്റ്റ് കഴിഞ്ഞതാണ്. 2000 സൈക്കിൾസ് ഡ്യൂറബിലിറ്റി, സെക്ഷൻ ഫീറ്റൊക്കെ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി സ്വിച്ച് ഉള്ളതാണ്. അതുപോലെ തന്നെ ABS ബോഡി, ഹെവി ഡ്യൂട്ടി യൂസേജിന് പറ്റിയൊരു ബോഡിയും കൂടെയാണ് കേട്ടോ. പിന്നെ 40% ഫാസ്റ്റർ ദാൻ മാനുവൽ സ്ക്രാപ്പിംഗ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് വളരെ കറക്റ്റാണ്. പിന്നെ ഇതിൽ ലേബിൾ ചെയ്തേക്കുന്ന MRP വന്നിട്ട് 6500 ആണ്. പക്ഷേ ഞാനിത് പർച്ചേസ് ചെയ്തേക്കുന്നത് 4250-ക്കാണ്. മയൂരിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ മൈജിയിലൊന്ന് കയറി നോക്കിയായിരുന്നു. മൈജിയിൽ വന്നിട്ട് 4800 രൂപ എങ്ങാണ്ടായിരുന്നു. ഓൾസോ ഇത് ആമസോണിലൊക്കെ വളരെ റേറ്റ് കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. 3500 രൂപയ്ക്കകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗായ്സ്, ഞാനൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് മിക്സി അതുപോലെയുള്ള ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള ഗ്യാരണ്ടി, വാറണ്ടി അതൊക്കെ നമുക്ക് ഈസിലി അവൈൽ ചെയ്യാൻ പറ്റും. അതർവൈസ് നമ്മൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊക്കെ പാടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ 1000 rupees അവിടെ ലാഭം നോക്കുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ അത് വലിയൊരു പ്രശ്നമായി മാറും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം റീറ്റെയിൽ സ്റ്റോറോ ഹോൾസെയിൽ സ്റ്റോറോ നിയറസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റോറിൽ നിന്ന് നമുക്കിതുപോലെ ഗ്യാരണ്ടി, വാറണ്ടിയൊക്കെ പോയി ചോദിച്ച് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യണം. അതർവൈസ് നമുക്കത് അത്രത്തോളം ആപ്ലിക്കബിൾ ആവില്ല. അപ്പം എനിവേ ഇതിനെ കൊണ്ട് 2 യൂസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോക്കനട്ട് സ്ക്രാപ്പറായിട്ടും അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ടിൻ്റെ ജ്യൂസറായിട്ടും യൂസ് ചെയ്യാം. അതായത് ഓറഞ്ച്, മുസമ്പി എന്നീ ഫ്രൂട്ടിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ ഒരു സേഫ്റ്റി ലോക്കിംഗ് ടെക്നോളജി ഇതിനുള്ള കാര്യം, അതാണ് കേട്ടോ. അതിൻ്റെ ഹാൻഡിൽ കാണുന്ന വൈറ്റ്, അതിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലിഡ് പ്ലേസ് ആയില്ലെങ്കിൽ ഈ മെഷീൻ വർക്കാകത്തില്ല. മെഷീൻ സ്റ്റക്കായിരിക്കും. ഇഫ് ഇൻ കേസ് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അതിൽ നിന്ന് സ്ലിപ്പായെങ്ങാനും ലിഡ് പോവുകയാണെങ്കിൽ അപ്പോഴേക്കും മെഷീൻ സ്റ്റോപ്പ് ആവും കേട്ടോ. ഈ ഒരു ഒറ്റ റീസണാണ്, ഇതിൻ്റെ സേഫ്റ്റിക്കുള്ള ഒരു ഒറ്റ റീസൺ വെച്ചിട്ടാണ് ഞാൻ ഈ പ്രീതിയുടെ കോക്കനട്ട് സ്ക്രാപ്പർ എടുക്കാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയെന്ന് പറഞ്ഞ്. വേറെ ഒന്നിലും തന്നെ ഞാൻ ലുലുവിൻ്റെ കണക്റ്റിൽ പോയി കുറച്ചധികം കോക്കനട്ട് സ്ക്രാപ്പർ നോക്കിയായിരുന്നു. ലാർജ് സ്കെയിലിൽ സദ്യയൊക്കെ ഉണ്ടാക്കുന്നവർ യൂസ് ചെയ്യുന്നത് ഇതെല്ലാം നോക്കിയായിരുന്നു കേട്ടോ. ഇതിലെല്ലാം നോക്കിയിട്ടും ഈ സേഫ്റ്റി ഇത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഒരു കോക്കനട്ട് സ്ക്രാപ്പർ ഞാൻ അവിടെ കണ്ടില്ല. അതുപോലെ തന്നെ പല
റേഞ്ചിൽ നമുക്ക് കോക്കനട്ട് സ്ക്രാപ്പർ ഞാൻ അവിടെ കണ്ടായിരുന്നു. സൈഡിൽ വെച്ച് തിരുകുന്നതും അതുപോലെ തന്നെ മുകളിൽ ഇതുപോലെ സെയിം ഇതുപോലെ വന്നിട്ട് തിരുകുന്നതും അങ്ങനെയൊക്കെ പലതും കണ്ടായിരുന്നു. പക്ഷേ ഓരോന്നിനും ഓരോ ഡിസ്ക്വാളിറ്റി കാണും. അതായത് ഈ മുകളിൽ വെച്ച് തിരുകുന്ന ഒരെണ്ണം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് നമ്മുടെ എന്തുവാണ് ഗ്രൈൻഡറിൻ്റെ അത്രത്തോളം സൈസ് ഉണ്ട് അതിൻ്റെ ബോഡിക്ക് വന്നിട്ട്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു സാധനം വാങ്ങിക്കണ്ടേ. പിന്നെ ഇതുപോലെ ഇതിനൊരു ലോക്കിംഗ് ടെക്നോളജി ഉണ്ട്. അതിൻ്റെ ബേസിൻ വെക്കാനായിട്ടായാലും കറക്റ്റ് ആ ലോക്കിൽ വീണാൽ പിന്നെ അത് സ്ലിപ്പ് ആവത്തില്ല. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബ്ലൈഡ്. ഇതാണ് കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്യുന്ന മെയിൻ സാധനം. ഞാൻ ഓൾറെഡി അതിനെ യൂസ് ചെയ്തു എന്നുള്ളതിന് തെളിവാണ് കേട്ടോ അതിനകത്തുള്ള തേങ്ങയെല്ലാം. പിന്നെ ഇതെല്ലാം ഒരു ലോക്കിംഗ് ടെക്നോളജിയോടെയാണ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും തന്നെ സ്ലിപ്പായി പോകത്തില്ല. ഇതാണ് ഇതിൻ്റെ സേഫ്റ്റി ലിഡ്. ഇത് സിലിക്കൺ മോൾഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് സൈസിലുള്ള തേങ്ങയും ആ മോൾഡിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് അതിനെ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾസോ അത് നല്ല രീതിയിൽ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിഡ് കറക്റ്റ് ആ പൊസിഷനിൽ വീണാൽ മാത്രമേ നമുക്ക് മെഷീൻ ഓണാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ജസ്റ്റ് സ്ലിപ്പറി ആയിട്ടൊക്കെ തോന്നുന്നത് ഞാൻ ആ മാറ്റ് വിരിച്ചേക്കുന്നത് കൊണ്ടാണ്. കറക്റ്റ് നമ്മൾ ടൈലിലാണ് വെക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് വാക്വമായിട്ട് ഇരുന്നോളും കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടൈലും ബ്ലാക്കാണ്, പ്രൊഡക്റ്റും ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് അതിന് ഡെമോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് കേട്ടോ ആ സിട്രസ് ഫ്രൂട്ടിനെ ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ സിട്രസ് ഫ്രൂട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഡെമോയും കൂടെ കാണിച്ചു തരാമായിരുന്നു. ഞാൻ ഇത് വെച്ച് ഫ്രൂട്ട് ജ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ചെയ്യപ്പോൾ ഞാൻ അത് ഷോർട്ടായിട്ടെങ്കിലും ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പം അതിലും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഈ ബേസിൻ്റെ മണ്ടയിലേക്ക് ബേസിൻ വെക്കുക. അതിനൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ആ ലോക്കിംഗ് സിസ്റ്റത്തിൽ കറക്റ്റ് ബേസിൻ വെക്കുക. പിന്നെ അതിൻ്റെ മണ്ടയിൽ ആ ജ്യൂസർ കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ കോഡ് അത്യാവശ്യം നല്ല രീതിയിൽ നീളമുണ്ട്. നമുക്ക് ചിലത് കെറ്റിലൊക്കെ മേടിക്കുമ്പം എക്സ്റ്റൻഷൻ കോഡിന് നീളം കുറവാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിനില്ല. അതിൻ്റെ എക്സ്റ്റൻഷൻ കോഡിന് നല്ല രീതിയിൽ നീളമുണ്ട്. ഈസി ആയിട്ട് നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസിലൊക്കെ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മളിനി അതിനെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെ, കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതിലൊരു ടിപ്പ് തരാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോക്കനട്ട് സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നവർ എപ്പോഴും വലിയ തേങ്ങ നോക്കി വാങ്ങിച്ചാൽ കുറച്ചുകൂടെ യൂസ്ഫുള്ളായിരിക്കും. അപ്പം വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ മോൾഡിനകത്തേക്ക് കോക്കനട്ടിനെ പ്ലേസ് ചെയ്ത ശേഷം മെഷീൻ ഓണാക്കാൻ ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. അത് ഓണാക്കി ഇങ്ങനെ ജസ്റ്റ് പ്രഷർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ റൊട്ടേഷനും ഓരോ സൈഡും നമ്മൾ സ്ക്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ സൈഡും ഒരു 5 to 10 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്താൽ അത്യാവശ്യം നല്ലോണം സ്ക്രാപ്പ് ചെയ്ത് കിട്ടും. ഞാൻ തുടക്കത്തിലൊക്കെ സ്ക്രാപ്പ് ചെയ്തപ്പം എനിക്ക് മുകളിൽ മാത്രമേ സ്ക്രാപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ സൈഡ് സ്ക്രാപ്പ് ചെയ്യുന്നതൊക്കെ പഠിച്ചു വന്നത്. ഒരു സൈഡ് അത്യാവശ്യം കുറച്ച് ടൈം ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് സ്ക്രാപ്പായി വരും. അപ്പോൾ അത് മാത്രം നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു 2-3 ടൈം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് തനിയെ ഉണ്ടാവും കേട്ടോ. അപ്പം അധികം പ്രഷറൊന്നും കൊടുക്കണ്ട. വലിയ തേങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി കുഞ്ഞ് തേങ്ങയാണെങ്കിൽ ഈ മോൾഡിനെ ഒക്കുപ്പൈ ചെയ്യാനുള്ള അത്രത്തോളം സൈസിലില്ല. അതുകൊണ്ട് അത് ചിലപ്പോൾ ഒന്ന് സ്ലിപ്പറി ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും കുഞ്ഞ് തേങ്ങ ഇതുവരെ അതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അത്യാവശ്യം കിട്ടുന്ന തേങ്ങയും അത്യാവശ്യം വലിയ സൈസ് ആയതുകൊണ്ട് ഈസി ആയിട്ട് എനിക്ക് സ്ക്രാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു ഹാഫ് പീസ് കോക്കനട്ട് തിരുവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു 2-3 മിനിറ്റ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ തുടക്കത്തിലേ നമുക്കത് പോസിബിൾ ആവില്ല. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചെടുക്കണം. എങ്ങനെയാണ് സ്ക്രാപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ 2 മിനിറ്റിലോ 3 മിനിറ്റിലൊക്കെ ഈസി ആയിട്ട് തിരുവാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പീഡ് കുറഞ്ഞു പോകും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ സ്ക്രാപ്പ് ചെയ്ത ബ്ലേഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങ ഫില്ലായിരിക്കുകയാണെങ്കിൽ പുതിയ തേങ്ങ സ്ക്രാപ്പ് ചെയ്യാനുള്ള സ്പേസ് അവിടെ കാണത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ബ്ലേഡിൻ്റെ ഈ ഇടയിലുള്ള ആ സ്പേസ് ഒന്ന് വേക്കൻ്റ് ആക്കി കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തേങ്ങ തിരുവി കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി 2 തേങ്ങയാണ് കേട്ടോ ഇതിൽ പൊട്ടിച്ച് തിരുവുന്നത്. പിന്നെ ഇതിലൊരു ചെറിയൊരു ഡീമെറിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് നമ്മൾ ചിരട്ട കാണുന്ന രീതിയിൽ നമുക്ക് തിരുവാൻ പറ്റും. പക്ഷേ പറ്റിയാൽ നമ്മുടെ മെഷീന് കേടായിരിക്കും കേട്ടോ അത് കൂടുതലും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു 1/4 ഭാഗമല്ല, ഒരു 98% വെച്ച് നിർത്തിയിട്ട്
ബാക്കി നമ്മളിതുപോലെ കൈ വെച്ച് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കി തേങ്ങ നമുക്ക് ഈസി ആയിട്ട് സ്ക്രാപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യുന്നതോടെ കാര്യമാണ് കേട്ടോ. ചില ആൾക്കാരിങ്ങനെ ചിരട്ട കാണുന്നതിന് മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതേപോലെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നിങ്ങൾ മറക്കാതെ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് ചെയ്യുന്ന ബ്ലേഡിൻ്റെ ഇടയിലുള്ള സാധനങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഇതുപോലെ ഇത് ഞാൻ 2 തേങ്ങ സ്ക്രാപ്പ് ചെയ്താണ്. ഇതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കറിയുടെ ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്കിതുപോലെ ആവശ്യാനുസരണം സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നല്ല ഈസി അല്ലേ? നമുക്കിതുപോലെ എളുപ്പത്തിൽ ആവശ്യാനുസരണം ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഒരു 3 തേങ്ങ 4 തേങ്ങയൊക്കെ എടുത്ത് ഈസി ആയിട്ട് നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് കേട്ടോ. അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ചാനലിടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.